നമസ്കാരം പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പലരും പ്രവചിക്കുന്ന വാർത്തകൾ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്പിരിച്വൽ സർക്കിളിൽ നിന്നായിരുന്നു. ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള തിയോളജിയൻസ്, വ്യത്യസ്തമാകുന്ന കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ പ്രിഡിക്ഷൻസ്, അല്ലെങ്കിൽ പ്രോഫസീസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവചനം യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ രസകരമായി നമുക്ക് തോന്നാം. തിയോളജിയല്ല, ടെക്നോളജി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഈ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ബ്ലോക്ക് ചെയിൻസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓൺലൈനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ കമ്പ്യൂട്ടർ പോയിന്റുകൾ ഉപയോഗിച്ച് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അത് ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഒരു ലെഡ്ജറിൽ സൂക്ഷിക്കുന്ന സംവിധാനമാണ്. സെക്യൂരിറ്റി അധികമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്തു നിന്നൊരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് പല സ്ഥലങ്ങളിലായിട്ട് ആ എൻട്രി അത് ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് മാറ്റം വരുത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ്, ബ്ലോക്ക് ചെയിൻസ് ആയിട്ട് ഉള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. അങ്ങനെ ബ്ലോക്ക് ചെയിൻസ് ആയിട്ടുള്ള സംവിധാനത്തിലൂടെ ബെറ്റിംഗ് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതായത് പ്യുവർ ബെറ്റിംഗ്. ഇപ്പോൾ ഈ ബെറ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. പന്തയം വെപ്പ്, ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ ഇപ്പോൾ IPL ഒക്കെ നടക്കുകയാണല്ലോ. ഏത് ടീമാണ് ജയിക്കുന്നതെന്ന് ബെറ്റ് വെക്കുന്ന ഒരു വലിയ ബിസിനസ്. ബെറ്റിംഗ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംവിധാനമാണെങ്കിലും വളരെ രഹസ്യമായിട്ട് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള ബെറ്റിങ്ങുകൾ, പന്തയം വെപ്പുകൾ നടത്താറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻസിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില കമ്പനികൾ, പ്രത്യേകിച്ചും പോളി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രെഡിക്ഷൻ പ്ലാറ്റ്ഫോം, അതായത് പ്രവചിക്കുന്ന, ബെറ്റ് വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ബെറ്റ് വെക്കുവാൻ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ പല കാര്യങ്ങളിൽ ബെറ്റ് വെക്കാനുള്ള അവസരം അവിടെയുണ്ട്, പന്തയം വെക്കാനുള്ള അവസരം അവിടെയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ആരാണ് ജയിക്കുന്നത്, ട്രംപാണോ ബൈഡനാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ ആരാണ് ജയിക്കുന്നത്, ഇതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള അവസരം, ബെറ്റ് വെക്കാനുള്ള അവസരം ഈ പോളി മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രിഡിക്ഷൻ പ്ലാറ്റ്ഫോം, ബ്ലോക്ക് ചെയിനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇവർ നേരത്തെ തന്നെ അവരുടെ യൂസേഴ്സിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ബെറ്റിങ്ങുകൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസമുള്ളത്, സാധാരണ മറ്റ് ബെറ്റിംഗ് കേന്ദ്രങ്ങളിലൊക്കെ പൈസ വെച്ചിട്ടൊക്കെയാണ് ബെറ്റ് ചെയ്യുന്നതെങ്കിൽ, പണം, കറൻസി വെച്ചിട്ടാണ് ബെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ബെറ്റിങ് നടക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ കൺസെപ്റ്റ്, ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. അത് കറൻസി തന്നെയാണെന്ന് ചിന്തിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല. ബിറ്റ് കോയിനെക്കുറിച്ചും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും ഒക്കെ ഒരു പാഠഭേദം പണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നില്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കറൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വെർച്വൽ കറൻസിയാണ്. ആ വെർച്വൽ കറൻസിയിലാണ് ഇവിടെ ബെറ്റ് വെക്കുന്നതെന്ന് ഒരു വ്യത്യാസം മാത്രം. അതായത് ഒരു റിയൽ കറൻസിയല്ല, ഒരു വെർച്വൽ കറൻസി, ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇവിടെ ബെറ്റ് വെക്കുന്നത്. പോളി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ഇപ്പോൾ ബെറ്റ് വെക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 2025 ഡിസംബർ മാസം 31 കർത്താവ് വരും, യേശുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാകും. അത് യേസ് എന്നാണ് സമ്മതിക്കുന്നതെങ്കിൽ അവർക്ക് യേസ് എന്നുള്ള ഓപ്ഷന് ബെറ്റ് വെക്കാം. അല്ല, നോ എന്നാണ് സമ്മതിക്കുന്നതെങ്കിൽ നോ എന്ന് പറയുന്ന ഓപ്ഷന് ബെറ്റ് വെക്കാം. എന്താണെങ്കിലും തകൃതിയായിട്ട് ബെറ്റ് വെപ്പ് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ $1,60,932 ബെറ്റ് വെപ്പിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രസകരമായ സംഗതി, 2025 ഡിസംബർ 31 യേശു വരുമോ എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം ആളുകളും നോ എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ബെറ്റ് വെപ്പിൻ്റെ സിസ്റ്റം അനുസരിച്ച് അതുകൊണ്ട് തന്നെ യെസ് എന്നുള്ള ആൻസർ കൊടുത്തവർക്കാണ് കൂടുതൽ പണം കിട്ടാൻ സാധ്യത. എന്ന് പറഞ്ഞാൽ ബെറ്റ് വെപ്പിൻ്റെ സിസ്റ്റം അനുസരിച്ച് അതുകൊണ്ട് തന്നെ
ഈ ഒരു റിസൾട്ട് വരുമ്പോൾ, അതായത് ഇവർ പറയുന്നത് 2025 ഡിസംബർ 31 യേശു വന്നാൽ, അത് വന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ എവിഡൻസുകൾ എന്താണ് എവിഡൻസ് എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും, വേഗമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പോലും 2025 ഡിസംബർ 31 യേശു വന്നെന്ന് തെളിവുകളോടുകൂടെ സ്ഥാപിക്കപ്പെട്ടാൽ യെസ് എന്ന് പറയുന്നവരുടെ ബെറ്റ് വിജയിക്കും, അവർക്ക് അവരുടെ പണം കിട്ടും. എന്നാൽ കൂടുതൽ ആളുകൾ നോ എന്ന ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡിസംബർ 31 യേശു മടങ്ങി വന്നില്ലെങ്കിൽ നോ എന്ന് പറയുന്നവർക്കാണ് ബെറ്റ് കിട്ടുന്നത്. യേസ് എന്ന് പറഞ്ഞവർ ഇട്ട പൈസയും കൂടി ഇവർക്ക് കിട്ടും. എന്നാൽ അത് ഒരു ചെറിയ ലാഭം മാത്രമായിരിക്കും. എന്നാൽ യേസ് എന്ന് പറഞ്ഞവർക്ക് ബെറ്റ് കിട്ടണമെങ്കിൽ യേശുവിൻ്റെ മടങ്ങിവരവ് 2025 ഡിസംബർ 31 ഉണ്ടാകണം. അവർ ബെറ്റ് വെച്ചിരിക്കുന്ന ആ തുക ഒരു വലിയ തുക, കാരണം ഒരു ന്യൂനപക്ഷം മാത്രമാണ് അങ്ങനെ ബെറ്റ് വെച്ചിട്ടുള്ളത്, അവർക്കൊരു വലിയ തുക കിട്ടും എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇതൊരു ബെറ്റ് വെപ്പാണ്. ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇതിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്, റിയൽ കറൻസിയല്ല. ഇനി ഒറ്റ വാക്കുകൾ പറഞ്ഞ് ഈ ന്യൂസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും യേശു വന്നാലും ഇല്ലെങ്കിലും ക്രിപ്റ്റോ കറൻസിയിൽ നിന്നുള്ള പണം കയ്യിലെത്തണം എന്നാണ് ആഗ്രഹം. യേശു വരുമ്പോൾ എടുക്കപ്പെടുന്നവർക്ക് ഇവിടെ ഏത് തരത്തിലുള്ള കറൻസി കിട്ടിയാൽ എന്താണ് അർത്ഥമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ബെറ്റ് വെക്കുവാൻ വേണ്ടി കുറേ ആളുകൾ ചാടിയിറങ്ങിയിരിക്കുകയാണ്. ഇത് മറ്റുള്ള പ്രിഡിക്ഷൻസിൽ നിന്ന്, പ്രവചനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാക്കിയിരിക്കുന്നു. ബെറ്റ് വെക്കാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ കണ്ടെത്തി ക്രിപ്റ്റോ കറൻസിയുടെ വിനിമയം നടത്തുക എന്നത് മാത്രമേ ഈ ബെറ്റ് വെപ്പിന് സാഹചര്യമൊരുക്കിയ കമ്പനികൾക്കുള്ളൂ. അതുകൊണ്ട് ആരും അങ്ങനെ പ്രവചിച്ചതാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് ബെറ്റ് വെപ്പിനുള്ള ഒരു ആദായ സൂത്രം മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.